ഹലോ ഗൈസ്, രേവതി പെട്ടി തൂക്കി പോയതുപോലെ ഞാൻ പെട്ടിയും തൂക്കി എങ്ങോട്ട് പോകണമെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? യെസ്, ഞാനും എൻ്റെ ഹസ്ബൻഡും ഡൽഹി പോവുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ എയർപോർട്ടിലാണ്. പെട്ടി ലഗേജ് കിടക്കയെല്ലാം ചെക്കിങ്ങിന് വാരി ഇട്ടം കൊടുത്തു. ആ വെളുത്ത് തൊടുത്ത ആ സ്ത്രീ ഉണ്ടല്ലോ, എൻ്റെ പെട്ടി വലിച്ചെറിഞ്ഞു ഗൈസ്. പിന്നെ അവിടെ ഇരുന്ന ഒരു പോലീസുകാരൻ പറഞ്ഞു കയ്യിലുള്ളതെല്ലാം കൂടെ വലിച്ചു വാരി അവിടെ ഇടാൻ. 2 ട്രെയിൻ തന്നു. എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഹസ്ബൻഡിൻ്റെ കയ്യിൽ ഒരുപാട് സാധനം ഉണ്ടായിരുന്നു, ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെ കുറേ സാധനം. പിന്നെ ഷൂ വരെ അയച്ചു വെക്കേണ്ടി വന്നു. ഇത്രയും വൃത്തികെട്ട ആചാരം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ചെക്കിംഗ് ആണ്, ചെക്കിംഗ് മസ്റ്റായിട്ട് അവർ ചെയ്തേ പറ്റൂ. നമ്മൾ അതിന് സഹകരിച്ചേ പറ്റൂ. കയ്യിലുള്ളതെല്ലാം ഞാൻ വാരിയിട്ട് കൊടുത്തു. അവസാനം ബോർഡിംഗ് പാസ് കിട്ടി. ഞങ്ങൾ ദേ ഈ പോണ എവിടെ അറിയാമോ? 2 രൂപ അങ്ങോട്ട് കൊടുത്തു ഗൈസ്. 2 രൂപ കൊടുത്തു. ഞങ്ങൾ ഈ ലോഞ്ചിലെ ലഞ്ച് കഴിക്കാനായിട്ട് കയറി. ലോഞ്ചിലെ ലഞ്ച് എന്ന് വിചാരിച്ചപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി ആയിരുന്നു. ഒരു അടിപൊളി ബൊഫെ ആയിരുന്നു. ഇനി ഞാൻ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം വാരി വലിച്ചിട്ട് അങ്ങോട്ട് ടേസ്റ്റ് ചെയ്തു. എല്ലാം ഗോവൻ വെറൈറ്റി ആയിരുന്നു ഗൈസ്. പക്ഷേ ടേസ്റ്റ് അടിപൊളിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ബാംഗ്ലൂർ വഴി പോവുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഞാൻ അവിടെ കഴിച്ചോളൂ ഗൈസ്, ഞാൻ വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ പ്ലാറ്റിനം കാർഡ് കയ്യിൽ വെച്ചോളൂ, എന്തെങ്കിലും യൂസ് ഉണ്ടാകും. 2 രൂപ ഞാൻ കൊടുത്തല്ലേ, 2 രൂപ ഞാൻ മുതലാക്കണ്ടേ? വാരി വലിച്ച് തിന്നു. വയർ അങ്ങോട്ട് ഫുള്ളാക്കി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെയും കഴിക്കാൻ തോന്നി. കാരണം എന്താ അറിയോ, ഇവർ നമ്മൾ കഴിക്കുന്നതിന് വാശിയോടെ വീണ്ടും കൊണ്ടുവന്ന് നിറയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും കഴിക്കും. അങ്ങനെ കുറേ കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രൂട്ട്സും കഴിച്ചു, ഐസ്ക്രീമും കഴിച്ചു, എല്ലാം കൂടെ കഴിച്ചപ്പോൾ ദേണ്ട ഇഡലിയും സ്റ്റൂവും പോലെ ഒരു സാധനം അത് വാങ്ങിച്ചു കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ച് വയറ് നിറച്ച് ലോഞ്ചിലെ ചെയറിൽ വന്നിരുന്നപ്പോൾ കാണാൻ വിമാനങ്ങൾ അതിൽ കൂടെ പാറി നടക്കുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങളെ വിളിച്ചു. ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി. പിന്നെ ഞങ്ങളിങ്ങനെ ചെയർ തപ്പി ഞങ്ങളുടെ ചെയർ കയറിയിരുന്നപ്പോൾ ഞങ്ങളുടെ ചെയറല്ല, അത് വേറെ ആരുടെ ചെയറായിരുന്നു, എൻ്റെ വിൻഡോ സീറ്റാണ്. പിന്നെ പെട്ടെന്ന് കയറിയിരുന്നു. ഞങ്ങൾ ടേക്ക് ഓഫ് ആയി. വളരെ നല്ലൊരു ടേക്ക് ഓഫ് ആയിരുന്നു. വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇൻഡിഗോ ആയിട്ട്. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഫ്ലൈ ആണ് ഗൈസ്. ഞാൻ എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങൾ നേരെ പോയത് ഡൽഹിയിലേക്കാണ്. വളരെ പെട്ടെന്ന് ഡൽഹിയിൽ എത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ ബൈ, സി യു.